സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസം നീണ്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അർദ്ധരാത്രി അവസാനിക്കും. ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് കാൽനട യാത്രിക മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട കാർ നിന്നത് വൈദ്യുതി തൂണിലിടിച്ച്. മരത്താക്കര മണ്ണാവ് സ്വകാര്യ വ്യക്തിയുടെ പാടം ആശുപത്രി മാലിന്യം ഉപയോഗിച്ച് നികത്താനുള്ള ശ്രമം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. പാടം നികത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചന്ദ്രാപിന്നിയിലെ NH നിർമ്മാണ കമ്പനി ഓഫീസിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട എടത്തിരുത്തിയിലെ വെള്ളക്കെട്ടിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ മാലിന്യ നിക്ഷേപം രൂക്ഷം. ചേലക്കര ബസ് സ്റ്റാൻഡിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. വാർത്തകൾ വിശദമായി. മത്സ്യക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം പ്രതിസന്ധിയിലായ മത്സ്യബന്ധന മേഖലയ്ക്ക് കൂടുതൽ ദുരിതം നൽകിക്കൊണ്ട് വീണ്ടും വർഷക്കാല ട്രോളിംഗ് നിരോധനം വരുന്നു. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9-ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ട്രോളിംഗ് നിരോധന കാലയളവ് മത്സ്യബന്ധന തൊഴിൽ മേഖലയെ നേരിട്ടും അനുബന്ധ മേഖലകളെ പരോക്ഷമായും ബാധിക്കും. തീരദേശത്തെ പ്രധാന തൊഴിൽ രംഗമാണ് മത്സ്യ സംസ്കരണം ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ. ഐസ് പ്ലാന്റുകളിലെ തൊഴിലാളികൾ, കയറ്റിറക്ക് തൊഴിലാളികൾ, ഇടനിലക്കാർ, വിതരണക്കാർ, സംസ്കരണ കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരെ ട്രോളിംഗ് നിരോധനം പ്രതികൂലമായി ബാധിക്കും. ഓഖി മുതൽ മത്സ്യബന്ധന മേഖലയിൽ അനുഭവപ്പെട്ടു തുടങ്ങിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി മത്സ്യക്ഷാമം രൂക്ഷമായിരുന്നു. വേനൽ കടുത്ത സാഹചര്യത്തിൽ പല ദിവസങ്ങളിലും യാനങ്ങൾ കടലിൽ ഇറങ്ങിയിരുന്നില്ല. തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതോടെ തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. അതിനിടെയാണ് ട്രോളിംഗ് നിരോധനം കടന്നുവരുന്നത്. ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രിക മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. റോഡരികിൽ കൂടി നടന്നു പോവുകയായിരുന്ന 2 സ്ത്രീകളെ നിയന്ത്രണം തെറ്റിവന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ 2 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണ് സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽപ്പെട്ട കാർ റോഡരികിലെ വൈദ്യുതി തൂണിലിടിച്ചാണ് നിന്നത്. വീടുകളിലെത്തി തൈലവും മറ്റ് വീട്ടുപയോഗ സാധനങ്ങളും വിൽപ്പന നടത്തുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മരത്താക്കര മണ്ണാവ് സ്വകാര്യ വ്യക്തിയുടെ പാടം ആശുപത്രിയിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉപയോഗിച്ച് നികത്താനുള്ള ശ്രമം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 2 ലോറികളിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നത്. സംഭവമറിഞ്ഞ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുപീടിക, പുത്തൂർ പഞ്ചായത്ത് മെമ്പർ PS സജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാലിന്യ നിക്ഷേപം തടഞ്ഞത്. സ്ഥലത്തെത്തിയ പോലീസ് മാലിന്യം കൊണ്ടുവന്ന 2 ലോറികളും മണ്ണുമാന്തി യന്ത്രവും കസ്റ്റഡിയിലെടുത്തു. മാലിന്യം നിക്ഷേപിച്ച് സ്ഥലം റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. പാടത്ത് നിക്ഷേപിച്ച മാലിന്യം പ്രദേശത്തെ തോടുവഴി മണലിപ്പുഴയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ADM മുരളി, KK രാമചന്ദ്രൻ MLA, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട എടത്തിരുത്തി പഞ്ചായത്തിലുണ്ടായ വെള്ളക്കെട്ടിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നിയിലെ NH നിർമ്മാണ കമ്പനി ഓഫീസിൽ സമരം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. വെള്ളം ഒഴുകിപ്പോയിരുന്ന പല തോടുകളും നികത്തുകയും പകരം നിർമ്മിച്ച കാനകൾക്ക് വീതി കുറയുകയും ചെയ്തതോടെ പ്രദേശത്ത് വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ മാസം കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മഴയ്ക്ക് മുമ്പ് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം നടത്തിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. ഡ്രൈനേജ് പണിയുന്നതിനായി JCB ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോൾ പൈപ്പ് പൊട്ടിയതുമൂലം 3 വാർഡുകളിലേക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ഇതിനുള്ള പരിഹാരവും ഇതുവരെയായില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. NH66 ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ 15, 12, 11, 7 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തു കൂടെയാണ് ഹൈവേ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ നിലങ്ങളായി കിടന്നിരുന്ന പ്രദേശങ്ങളാണ്. അത് നികത്തി റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി മറുവശത്തുള്ള വെള്ളത്തേക്ക്
ഇതിൻ്റെ എതിർവശത്തേക്ക് കടത്തുന്നതിന് കഴിയാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് മതിയായ സൗകര്യങ്ങൾ ഒരുക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് ഈ 4 വാർഡ് പ്രദേശത്ത് നിലവിൽ എടുത്തിട്ട്. കമ്പനി ജനറൽ മാനേജരുമായി നടന്ന ചർച്ചയിൽ ഉടൻ പരിഹാരമുണ്ടാക്കാമെന്ന ധാരണയിൽ സമരം അവസാനിപ്പിച്ചു. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. മാലിന്യങ്ങൾ നിറഞ്ഞതുമൂലം റോഡിൽ വെള്ളക്കെട്ടും പതിവായി. കാട്ടൂർ റോഡിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗം മുതൽ ഇരുവശങ്ങളിലുള്ള സ്വകാര്യ വ്യക്തികളുടെ ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. റോഡ് നിർമ്മിച്ച് 10 വർഷം പിന്നിട്ടിട്ടും ഇരുവശവും ശാസ്ത്രീയമായ രീതിയിൽ കാന നിർമ്മിക്കാത്തതിനാൽ മഴക്കാലത്ത് ഈ മേഖലയിൽ വെള്ളക്കെട്ടും പതിവാണ്. റോഡിന്റെ ഇരുവശത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകാൻ കാനകൾ ഇല്ലാത്തതിനാൽ കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയ അവസ്ഥയാണ്. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വന്നടിഞ്ഞ് വെള്ളം കറുത്ത നിറമായി മാറി. നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതി പിന്നിട്ടിട്ടും ഈ മേഖലയിൽ ശുചീകരണം നടന്നിട്ടില്ല. നാളുകളായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ നികത്താൻ 1 വർഷം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇതും തകർന്ന സ്ഥിതിയാണ്. ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നെങ്കിലും യാതൊരു നടപടിയുണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ചേലക്കര ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരെ കാത്തുനിൽക്കുന്നത് പകർച്ചവ്യാധികൾ അടക്കമുള്ള അസുഖങ്ങൾ. ബസ് സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടത്താതെ അധികൃതർ. ചേലക്കരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ വ്യാപകമായി കെട്ടിക്കിടക്കുന്നത്. മഴ പെയ്തതോടുകൂടി മാലിന്യം കിടക്കുന്ന സ്ഥലത്ത് വെള്ളം കയറിയ നിലയിലുമാണ്. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികളടക്കം ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്ക് ദുരിതമായി തീർന്നിരിക്കുകയാണ് മാലിന്യ കൂമ്പാരങ്ങൾ. ലോക പരിസ്ഥിതി ദിനത്തിലെങ്കിലും മാലിന്യം നീക്കം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല. പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള മഴക്കാലത്ത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ ഉടനടി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ചേലക്കര. വരന്തരപ്പള്ളി തോട്ടുമുഖം കുടിവെള്ള പദ്ധതിക്ക് സമീപത്തുള്ള കുറുമാലി പുഴയോരത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നു. പുഴയോരത്ത് കാടുമൂടിക്കിടക്കുന്ന ഭാഗത്താണ് ചാക്കുകളിലാക്കി മാംസാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളിയിരിക്കുന്നത്. മഴ കനത്തതോടെ മാലിന്യമെല്ലാം പുഴയിലേക്കാണ് എത്തുന്നത്. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ പുഴയോരം മാലിന്യം തള്ളാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ്. 4 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പമ്പ് ഹൌസിന് സമീപമാണ് മാലിന്യ കൂമ്പാരം. പുഴയോരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ആവശ്യപ്പെട്ടു. പ്രളയ ധനസഹായം ആളുമാറി നൽകിയത് മന്ത്രി ഇടപെട്ട് പരിഹരിച്ചു. 2019 പ്രളയത്തിൽ വീടിന് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ച പീച്ചി സ്വദേശി കോട്ടമ്മലിൽ തങ്കയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന ധനസഹായം മറ്റൊരാളുടെ അക്കൌണ്ടിലേക്ക് നൽകിയതുമൂലം ദുരിതത്തിലായ തങ്കയ്ക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 95,100 രൂപ ലഭ്യമാക്കിയിരുന്നു. സർക്കാർ നിശ്ചയിച്ച 4 ലക്ഷം രൂപയിൽ ലഭിച്ച 95,100 രൂപ കഴിച്ചുള്ള 3,04,900 രൂപ അടുത്ത പ്രവൃത്തി ദിവസം തങ്കയുടെ ബാങ്ക് അക്കൌണ്ടിൽ എത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. തങ്കയുടെ താൽക്കാലിക താമസ സ്ഥലത്തെത്തി ഉത്തരവ് കൈമാറി ADM ടി മുരളി, റവന്യൂ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. അന്തിക്കാട് മിനി സിവിൽ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. അന്തിക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിന് എതിർഭാഗത്താണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വെള്ളക്കെട്ടിനോട് ചേർന്നാണ് ഓട്ടോറിക്ഷ പാർക്കിംഗ്, ടാക്സി കാർ പാർക്കിംഗുമുള്ളത്. ഓട്ടോറിക്ഷകൾ വരിവരിയായി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുവഴി വരുന്ന കാൽനട യാത്രക്കാർ വെള്ളക്കെട്ടിലൂടെ വേണം കടന്നുപോകാൻ. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. കല്ലൂർ മുസ്ലിം പള്ളി സ്റ്റോപ്പിന് സമീപമാണ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. ഇരുവശത്തുമുള്ള കാനകൾ മണ്ണുമൂടിയും കാട് കയറിയും കിടക്കുന്നത് മൂലമാണ് വെള്ളക്കെട്ടിന് കാരണമായത്. തിരക്കേറിയ റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് കാരണം കാൽനട യാത്രക്കാർ ദുരിതത്തിലായി. കാലവർഷത്തിനു മുൻപ് കാനകൾ വൃത്തിയാക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. വെള്ളം കെട്ടിനിന്ന് പലയിടങ്ങളിലും റോഡ് തകർച്ചയുടെ വക്കിലാണ്. കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ച് അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച റോഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം തകരുന്നത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ ഇരുനില കോൺക്രീറ്റ് വീട് തകർന്നു വീണു.
പാടൂർ ഇടിയഞ്ചിറയിൽ കനാൽ ബണ്ട് റോഡിന് സമീപം താമസിക്കുന്ന രായ്മരക്കാർ വീട്ടിൽ മുഹമ്മദ് സലീമിന്റെ വീടാണ് തകർന്നു വീണത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായമില്ല. ചെങ്കല്ലുകൊണ്ടുള്ള ചുമർ ഇടിഞ്ഞതോടെ കോൺക്രീറ്റും തകർന്നു വീഴുകയായിരുന്നു. കാട്ടൂർ കോതറ പാലത്തിന് സമീപം കനാലിൽ കുളിക്കാനിറങ്ങിയ 17-കാരൻ മുങ്ങിമരിച്ചു. പടിയൂർ ചെട്ടിയാൽ തറപ്പറമ്പിൽ വീട്ടിൽ ഭവത് കൃഷ്ണയാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് സുഹൃത്തുക്കളുമൊത്ത് കോതറ പാലത്തിന് സമീപം KLDC കനാലിൽ കുളിക്കുന്നതിനിടയിൽ കാണാതാവുകയായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. HDP സ്കൂളിൽ നിന്ന് ഈ വർഷം +2 പഠനം പൂർത്തിയാക്കിയിരുന്നു. PGKFRIയുടെ സാങ്കേതിക സഹകരണത്തോടെ നടപ്പിലാക്കിയിട്ടുള്ള സുസ്ഥിര കാർഷിക വികസന പദ്ധതിയുടെ 2ാം വാർഷികവും ഔഷധ സസ്യത്തൈ നടീൽ ഉദ്ഘാടനവും ET ടൈസൺ MLA നിർവഹിച്ചു. മതിലകം പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി കുളിമുട്ടത്ത് നടത്തിയ ചടങ്ങിൽ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. KFRI സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുജനപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില, പഞ്ചായത്ത് സെക്രട്ടറി KR രാമദാസ്, വൈസ് പ്രസിഡന്റ് TS രാജു തുടങ്ങിയവർ സംസാരിച്ചു. മുള്ളൂർക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ വീണ പശുവിനെ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ V അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് അംഗങ്ങളാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത്. ക്വാറി ഉടമയിൽ നിന്നും 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഒളിവിലായ പുതുക്കാട് മുൻ SHO സുനിൽദാസിനെതിരെ പുതുക്കാട് സ്വദേശിയുടെ പരാതി. ക്വാറി ഉടമയ്ക്ക് വേണ്ടി ഗുണ്ടകൾ പരിസ്ഥിതി പ്രവർത്തകനെ ആക്രമിച്ചപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനു പകരം പരിസ്ഥിതി പ്രവർത്തകനെ പ്രതിയാക്കി കേസെടുത്തെന്നാണ് പരാതി. സ്ഥിരം ക്രിമിനലുകളെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാൻ ചുമത്തുന്ന CRPC 107 നിയമം പരിസ്ഥിതി പ്രവർത്തകനെതിരെ പ്രയോഗിക്കാനും CI ശ്രമിച്ചതായി പരാതിയിൽ പറയുന്നു. ശാസ്ത്ര സാഹിത്യ പ്രവർത്തകനായ ഷിനോഷാണ് സുനിൽദാസിനെതിരെ പരാതി നൽകിയത്. പെരുമ്പിലാവ് ശ്രീ പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആലിക്കര മണികണ്ഠന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, തുടർന്ന് തായമ്പകയും അരങ്ങേറും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെസ്റ്റ് മങ്ങാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. വാർഷിക യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV വിനോദ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സോണി സക്കറിയ, യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു ഭാരതിയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസി, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇരിങ്ങാലക്കുട രൂപത മാതൃവേദി സംഗമം നടന്നു. ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. രൂപത ഡയറക്ടർ ഫാദർ ആന്റോ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. ഫാദർ രാജു, സിസ്റ്റർ മെറ്റി, ആന്റണി പടമാടൻ എന്നിവർ സംസാരിച്ചു. മാതൃവേദി ഭാരവാഹികളായ തങ്കമ്മ വർഗീസ് ആളൂക്കാരൻ, ആൻസി ലാലു ചെറിയാലത്ത്, സോണി ഷാജു കൂളിയാടൻ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിലെ ഇടവക ദിനത്തോടനുബന്ധിച്ച് അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റിന്റെ കൂപ്പൺ വിതരണം ചെയ്തു. വികാരി ഫാദർ മാത്യൂസ് K ബർസൌമ, കൈക്കാരൻ TI ഉല്ലാസ്, സെക്രട്ടറി ബാബു തുടങ്ങിയവർ കൂപ്പൺ വിതരണത്തിന് നേതൃത്വം നൽകി. കിറ്റ് വിതരണം ഞായറാഴ്ച ഉച്ചയ്ക്ക് പള്ളി അങ്കണത്തിൽ നടക്കുമെന്ന് വികാരി ഫാദർ മാത്യൂസ് K ബർസൌമ അറിയിച്ചു. കുന്നംകുളത്ത് നടക്കുന്ന സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ നടത്തിപ്പിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാമകൃഷ്ണൻ, ES രേഷ്മ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സണായി സീതാ രവീന്ദ്രനെയും കൺവീനറായി C സുമേഷിനെയും തെരഞ്ഞെടുത്തു. മനസ്സിലാക്കി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും
ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിൽക്കുന്ന കർപ്പൂരാദി ദ്രവ്യ കലശം ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ഗുരുവായൂരിൽ അറിയിച്ചു. സന്ധ്യയ്ക്ക് ആചാരവരണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് മുളയിടൽ ചടങ്ങ് നടക്കും. തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ കീഴില്ലം കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി വേദപണ്ഡിതർ കർപ്പൂരാദി ദ്രവ്യ കലശത്തിൽ പങ്കെടുക്കും. ദിവസവും രാവിലെ 6 മുതൽ 10:30 വരെയും വൈകിട്ട് 5 മുതൽ 8:30 വരെയുമാണ് താന്ത്രിക ചടങ്ങുകൾ. പുലർച്ചെ നടക്കുന്ന അഷ്ടബന്ധക്രിയ, പാർവതി ദേവിക്ക് തത്തുകലശാഭിഷേകം, 19 നടക്കുന്ന കർപ്പൂരാദി ദ്രവ്യ കലശാഭിഷേകം എന്നിവയാണ് ദർശന പ്രധാനങ്ങളായ ചടങ്ങുകൾ. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, ചൊവ്വല്ലൂർ ഉണ്ണികൃഷ്ണൻ, ചൊവ്വല്ലൂർ ഹരിദാസ്, G പ്രഭാകരൻ, MP രാമചന്ദ്രൻ, C ചന്ദ്രശേഖരൻ, P ജയപ്രകാശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. നാട്ടിക ചെമ്പിപ്പറമ്പിൽ CR ജയപ്രകാശനാണ് ആനയെ നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ ജൂനിയർ വിഷ്ണുവിനെയാണ് ചടങ്ങിന് നിയോഗിച്ചത്. മേൽശാന്തി PS മധുസൂദനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വരദച്ചന്റെ ശ്രാദ്ധദിനം ആചരിച്ചു. ദിവ്യബലിക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ MM ബോസ്കോ, ഫുൾജൻ ഫ്രാൻസിസ്, റിജോ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 110ാം ശ്രാദ്ധം ഭക്തിസാന്ദ്രമായി. വരദച്ചന്റെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് ദേവാലയത്തിലെത്തിയത്. ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പനയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ സദ്യ ആശീർവദിച്ചു. കുട്ടികളുടെ ചോറൂൺ അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UAE കോട്ടപ്പടി പ്രവാസി കൂട്ടായ്മ മേഖലയിലെ 6 ആശുപത്രികളിൽ നടന്ന 200 ഡയാലിസിസിനായി 1 ലക്ഷം രൂപ സംഭാവന നൽകി. പബ്ലിസിറ്റി കമ്മിറ്റി തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് പുതപ്പ് നൽകി. ചടങ്ങുകൾക്ക് ജനറൽ കൺവീനർ ലിൻഡോ ചാക്കോ, കൺവീനർമാരായ ബിജു അന്തിക്കാട്ട്, ജിജോ ജോർജ്, ജോബി വാഴപ്പുള്ളി, KP പോളി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴയിൽ തകർന്ന കലുങ്കിന് മുകളിലുള്ള പാലം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ വെങ്കിടങ്ങ് സ്വദേശി KR ജോർജ് സത്യാഗ്രഹം നടത്തി. തകർന്ന കലുങ്കിന് സമീപത്തായിരുന്നു പ്രതിഷേധം. മറ്റ് യാത്രക്കാരും ജോർജിന്റെ പ്രതിഷേധത്തിന് പിന്തുണയുമായെത്തി. പ്രതിഷേധ സമരം അഡ്വക്കേറ്റ് AD ബെന്നി ഉദ്ഘാടനം ചെയ്തു. വിൽസൺ പണ്ടാരവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. KK രാജു, PS സിദ്ധാർത്ഥൻ, പ്രവീണ, നളിൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ KR ജോർജ് മാസ്റ്റർ, റിട്ടയേർഡ് ഫ്രം സെന്റ് തോമസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ വയസ്സിപ്പോൾ 84 കഴിഞ്ഞു. ഈ പാലത്തിന് എന്തെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. ജീവിതത്തിൽ നമ്മളെ കിട്ടുന്ന സമയം മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനുള്ള അവസരം ഉപയോഗിക്കണം. ഈ പാലത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്താണ് ഒരു കണക്കിന് ഇടിഞ്ഞു വീഴുകയെന്ന് പറയാൻ നിർത്തിയില്ല. ഇടിഞ്ഞു വീഴുമ്പോഴാവും ഗവൺമെൻറ് ശ്രദ്ധ പിടിക്ക് വരിക. അതിന് മുമ്പ് ഉള്ള ഒരു ശ്രദ്ധയില്ല. അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം ഉദ്ദേശിച്ച് വെച്ചിട്ട് ഞാൻ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെയും സമരം ഇവിടെ മുമ്പ് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും നടത്തുന്നു. ഗവൺമെൻറ് ശ്രദ്ധ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് പതിഞ്ഞു കാണണം. ഈ പാലം കൂടുതൽ ഒരു അപകടം കൂടാതെ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ പാലത്തിന് മുകളിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് അവസരം പറയാനുള്ളത്. SKSBV പെരുമ്പിലാവ് റേഞ്ച് തല പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കടവല്ലൂരിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം കർഷകോത്തമ അവാർഡ് ജേതാവ് മാനം കണ്ടത്ത് മുഹമ്മദ് ഹാജി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ SKSBV പെരുമ്പിലാവ് റേഞ്ച് ചെയർമാൻ സയ്യിദ് ത്വാഹിർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജംഇയ്യത്തുൽ മുഅല്ലിം ജില്ലാ വൈസ് പ്രസിഡന്റ് KK സുലൈമാൻ ദാരിമി, പെരുമ്പിലാവ് റേഞ്ച് സെക്രട്ടറി റഫീഖ് ഫൈസി, അബ്ദുസമദ് ലത്തീഫി, റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറി ഹസൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു.
ചൊവ്വന്നൂർ അഡീഷണൽ കാട്ടുകമ്പൽ പഞ്ചായത്ത് കരിയമ്പ്ര 55 നമ്പർ അങ്കണവാടിയുടെ വാർഷികാഘോഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രമീള രാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ MS മണികണ്ഠൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, ഡോക്ടർ ഹൻസ ക്ലീമിസ് തുടങ്ങിയവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ഫാദർ ജോസഫ് വിതയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഊട്ടുനേർച്ചയുടെ വെഞ്ചിരിപ്പ് ഫാദർ വർഗീസ് പാത്താടൻ നിർവഹിച്ചു. നേർച്ച ഊട്ടും ഉണ്ടായിരുന്നു. പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 8ാമിട തിരുനാൾ ഈ മാസം 15-ന് ആഘോഷിക്കും. വിശുദ്ധ മറിയം ത്രേസ്യ ശക്തി സ്വീകരിച്ച് ജീവിത മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിലെത്തിക്കാൻ ചിത്രരചനയുമായി വിദ്യാർത്ഥികൾ. +2 വിദ്യാർത്ഥികളായ മനു, ജിത്തു എന്നിവരാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണ ചിത്രരചന നടത്തുന്നത്. ചിത്രരചനയ്ക്ക് ആവശ്യമായ പെയിന്റ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭ ഒരുക്കി നൽകി. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചുമർ ചിത്രമാണ് കൊടുങ്ങല്ലൂർ ചന്തപ്പുര ബസ് സ്റ്റാൻഡിൽ ഒരുങ്ങുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിൽ LDF എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നെല്ലുവായി സെന്ററിൽ നിന്ന് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. LDF എരുമപ്പെട്ടി വെസ്റ്റ് കൺവീനർ PT ദേവസി, കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അംഗം KM അഷറഫ്, കുഞ്ഞുമോൻ കരുവന്നൂർ, PT ജോസഫ്, TK ശിവൻ, VS ബിനോജ് തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അർദ്ധരാത്രി അവസാനിക്കും. ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രിക മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട കാർ നിന്നത് വൈദ്യുതി തൂണിലിടിച്ചു. മലത്താക്കര മണ്ണാവ് സ്വകാര്യ വ്യക്തിയുടെ പാടം ആശുപത്രി മാലിന്യം ഉപയോഗിച്ച് നികത്താനുള്ള ശ്രമം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. പാടം നികത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ചന്ദ്രാപിന്നിയിലെ NH നിർമ്മാണ കമ്പനി ഓഫീസിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് എടത്തുരുത്തിയിലെ വെള്ളക്കെട്ടിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ മാലിന്യ നിക്ഷേപം രൂക്ഷം. ചേലക്കര ബസ് സ്റ്റാൻഡിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.